വയറിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ പിഴവിനെ തുടർന്ന് യുവതിക്ക് കൈകാൽ വിരലുകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ കോസ്മെറ്റിക് ആശുപത്രി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വിവിധ ഡോക്ടർമാരുമായി ചേർന്നുകൊണ്ട് മെഡിക്കൽ എത്തിക്സ് കമ്മിറ്റി നടത്തിയ യോഗത്തിൻ്റെതാണ് ഈ സുപ്രധാനമായ വിലയിരുത്തൽ. സങ്കീർണമായ ശസ്ത്രക്രിയ നടത്താൻ കോസ്മെറ്റിക് ക്ലിനിക് പ്രാപ്തമല്ലെന്നതാണ് നിലവിൽ സുപ്രധാനമായി കണ്ടെത്തിയിരിക്കുന്നത്. രക്തസമ്മർദ്ദം ക്രമാതീതമായി താഴ്ന്നുകൊണ്ടിരിക്കുമ്പോഴും രോഗിയെ വെന്റിലേറ്റർ സൗകര്യമില്ലാത്തയിടത്ത് 12 മണിക്കൂറോളം കിടത്തി. ഇത് യഥാർത്ഥത്തിൽ വലിയ ഗുരുതരമായ വീഴ്ച കൂടിയാണ്. കൃത്യമായി ചികിത്സ നിർണായകമായ 12 മണിക്കൂറിൽ ലഭ്യമാകാതിരുന്നത് രോഗിയെ രക്തയോട്ടത്തെയാണ് വലിയ രീതിയിൽ ബാധിച്ചത്. ഈ കാരണം കൊണ്ടാണ് വിരലുകൾ മുറിച്ചു കളയേണ്ട സാഹചര്യവും വന്നിരുന്നത്. ജനറൽ അനസ്തേഷ്യ നൽകിയ രോഗിയെ 24 മണിക്കൂർ നിരീക്ഷണത്തിൽ വെക്കണമെന്ന കാര്യവും പാലിക്കപ്പെട്ടിരുന്നില്ല. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നത് ബോധ്യപ്പെടുത്തിയിരുന്നു. എന്നാൽ കാർഡിയോളജി സൗകര്യമില്ലാത്ത ആശുപത്രി അധികൃതർ ശസ്ത്രക്രിയ നടത്തി എന്നീ വിവരങ്ങളാണ് കൂടുതലും പരിഗണിച്ചത്. മാത്രമല്ല, ഡോക്ടർമാരെ അറസ്റ്റ് ചെയ്യുവാനും സാധ്യതയുണ്ട്. രോഗിയുടെ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ശസ്ത്രക്രിയ പിഴവ് വിലയിരുത്താൻ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് DMO ഡോക്ടർ ബിന്ദു മോഹൻ, ഫോറൻസിക് വിഭാഗം മേധാവി ഡോക്ടർ ശ്രീദേവി എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പ്രധാനമായിട്ടും യോഗം ചേർന്നിരുന്നത്. മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി, മെഡിക്കൽ അനസ്തേഷ്യോളജി, കാർഡിയോളജി, ക്രിട്ടിക്കൽ കെയർ, റേഡിയോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ മേധാവിമാരാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. ഫെബ്രുവരി 22-നായിരുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ MS നീതുവിന് കുളത്തൂരിലെ കോസ്മെറ്റിക് ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടന്നിരുന്നത്. അടുത്ത ദിവസം ആരോഗ്യസ്ഥിതി മോശമായി എത്തിയ നീതുവിനെ അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ഇടത് കൈയിലെ 4ഉം ഇടത് കാലിലെ 5ഉം വിരലുകൾ മുറിച്ചു മാറ്റപ്പെടുകയും ചെയ്തു. നീതു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നിലവിലിപ്പോൾ ഉള്ളത്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്നുകൊണ്ട് ക്ലിനിക് ഉടമ ഡോക്ടർ ബിബിലാഷ് ബാബു, ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷെനോൾ ശശാങ്കൻ എന്നിവർക്കെതിരെ കേസും എടുക്കുകയുണ്ടായി. നോട്ടീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ ക്ലിനിക്കിന്റെ പ്രവർത്തനം നിർത്തിവെച്ചുവെന്ന് കഴക്കൂട്ടം ACP JK ദിനിൽ നിലവിൽ അറിയിക്കുകയും ചെയ്തു. വയറ്റിലെ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയ ഉണ്ടായ പിഴവിനെ തുടർന്ന് 9 വിരലുകൾ നഷ്ടപ്പെട്ട യുവതിയുടെ സംഭവം യഥാർത്ഥത്തിൽ ഞെട്ടലോടെയായിരുന്നു ആരോഗ്യ കേരളം കേട്ടത്. തിരുവനന്തപുരം സ്വദേശിയായ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ MS നീതുവിനാണ് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. കഴക്കൂട്ടം കുളത്തൂരിലെ സ്വകാര്യ സൗന്ദര്യവർദ്ധക ആശുപത്രിയായ കോസ്മെറ്റിക്സിലായിരുന്നു ശസ്ത്രക്രിയ നടന്നിരുന്നത്. ലിപ്പോസെക്ഷൻ ശസ്ത്രക്രിയക്കിടെ കൊഴുപ്പ് രക്തത്തിൽ കലർന്നതായിരുന്നു കൂടുതൽ സങ്കീർണമായി മാറിയിരുന്നത്. ഇത് യഥാസമയം കണ്ടെത്താൻ കഴിയുകയും ചെയ്തില്ല. നീതുവിന്റെ ഭർത്താവ് പത്മജിത്ത് കഴക്കൂട്ടം ACP JK ദിലിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുമ്പ പോലീസ് കേസ് എടുക്കുകയും ചെയ്തു. തുടർന്ന് ആശുപത്രി അടപ്പിക്കുകയായിരുന്നു. ഉടമസ്ഥനായ ഡോക്ടർ ബിബിലാഷ് ബാബുവിനെ നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. നീതുവിന്റെ ജീവൻ രക്ഷിക്കാൻ 30 ലക്ഷം രൂപയാണ് നിലവിൽ ആവശ്യമായി വന്നിട്ടുള്ളത്. തുടർ ചികിത്സയ്ക്ക് ചെലവായ തുക നൽകാമെന്ന് ഡോക്ടർ ബിബിലാഷ് ബാബു ഒത്തുതീർപ്പ് ചർച്ചയിൽ പറഞ്ഞതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിനിടെ സംഭവത്തിൽ വിദഗ്ധരുടെ സമിതി രൂപീകരിച്ച അന്വേഷണം നടത്താൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർ വിജിലൻസ് വിഭാഗത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നീതുവിന്റെ ഡിസ്ചാർജ് സമ്മറിയിൽ പേട്ടയിലുള്ള ക്ലിനിക്കിന്റെ മേൽവിലാസമാണെന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട്. അതിപ്പോൾ നിലനിൽക്കുന്നില്ല. USD ഗ്ലോബലിലെ ജീവനക്കാരിയായ നീതു ഓഫീസിന് സമീപത്തെ കോസ്മെറ്റിക്സിൽ ഫെബ്രുവരി 22-നായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് അഡ്മിറ്റ് ആയിരുന്നത്. 23-ന് രാവിലെ 9ഓടെ നീതുവിനെ വീട്ടിലേക്ക് വിടുകയും ചെയ്തിരുന്നു. തുടർന്ന് ഉച്ചയോടെ നീതുവിന് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും ഛർദ്ദിക്കുകയും ചെയ്തു. രക്തസമ്മർദ്ദം കുറഞ്ഞ സ്ഥിതി മോശമായതിനെ തുടർന്ന് ഭർത്താവ് പത്മജിത്ത് ക്ലിനിക്കുമായി ബന്ധപ്പെട്ടു. എന്നാൽ ഞായറാഴ്ച ഡോക്ടർമാരില്ലെന്ന മറുപടിയായിരുന്നു അവർ നൽകിയിരുന്നത്. തിങ്കൾ രാവിലെ എത്താനും പറയുകയും ചെയ്തു. തിങ്കളോടെ നീതുവിന്റെ സ്ഥിതി അതീവ ഗുരുതരമായി മാറി. ഇതിനെ തുടർന്നായിരുന്നു അനന്തപുരി ആശുപത്രിയിലേക്ക് മാറ്റിയത്. വെന്റിലേറ്ററിലായിരുന്ന നീതുവിന്റെ നിലയിൽ കാര്യമായ പുരോഗമനവും ഉണ്ടായിരുന്നു. പിന്നീട് രക്തയോട്ടം നഷ്ടപ്പെട്ട ഇടത് കാലിലെ 5ഉം ഇടത് കൈയിലെ 4ഉം വിരലുകൾ മുറിച്ചു മാറ്റിയിരുന്നു. ഒരു അമേരിക്കൻ കമ്പനിയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പിനിടെയായിരുന്നു നീതുവിന് ഈ ദുരനുഭവം ഉണ്ടായത്.